മൽകാപൂർ എന്നു പേരുള്ള ഒരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ വളരെ നല്ലവരും അധ്വാനികളുമാണ്. എന്തു പറയുമെന്നാൽ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വളരെ സാധാരണക്കാർ. അവരെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ടേയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് നടക്കും. നീയാണ് എന്റെ കാശ് എടുത്തിട്ടുണ്ടാവുക, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും നിന്റെ കാശ് എടുത്തിട്ടില്ല. നീ ചുമ്മാ വെറുതെ എന്നെ കുറ്റം പറയാ. അത് മാത്രമല്ലാതെ നിന്റെ അടുത്ത് ഒരു 10 പൈസ ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആരാ നിന്റെ അടുത്ത് കക്കാൻ പോവുക? മൽകാപൂർ ഗ്രാമത്തിലേക്ക് ചില വ്യാപാരികൾ വന്നു. പണത്തിനെ കുറിച്ച് എന്തോ തർക്കം നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇക്കാര്യം ഗ്രാമത്തലവനും അറിഞ്ഞു. തുളസിറാം, രാവിലെ തന്നെ എന്നെ കാണാൻ വേണ്ടി നീ വന്നിട്ടുണ്ടല്ലോ. മുതലാളി, എന്നെ ഒന്ന് സഹായിക്കൂ. ഇവൻ എന്റെ പണം മോഷ്ടിച്ചിട്ടുണ്ട്. ഇവന് കുറെ ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമായി പോയിട്ടുണ്ട്. ദിവസം മുഴുവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. എപ്പം നോക്കിയാൽ ഇത് തന്നെ ചെയ്യുന്നത്. ഇവന്റെ അടുത്ത് എപ്പോ കാശ് തീർന്നു പോകുന്നുണ്ടോ ഇവൻ ആരുടെടുത്തെങ്കിലും കാശ് മോഷ്ടിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആരുടെടുത്തും കടം വാങ്ങുന്നുണ്ട്. ഞാൻ ആരുടെടുത്തും മോഷ്ടിച്ചൊന്നുമില്ല. ഞാനൊരു കള്ളനുമല്ല. എന്താ പറഞ്ഞ? നമ്മുടെ ഗ്രാമത്തില് മോഷണോ? ഇത് വളരെ മോശമായി പോയല്ലോ. ഇതിനു മുമ്പ് നമ്മുടെ ഗ്രാമത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടേ ഇല്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ കള്ളനേ അല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്നെ തപ്പി നോക്കാം. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടത് തുളസിറാം തന്നെയാണ്, ഞാനല്ല. വാ 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 മോഷ്ടിച്ച് നീ എന്നെ പറയുകയാണോ? കട്ടിട്ടോ അല്ലാണ്ട് നീ കള്ളം പറയാണോ? ഇവിടെ നോക്കു മുതലാളി, ഇവനാണ് കട്ടത്. എന്റെ കാശാണെങ്കിൽ കാണാനും പോയി. ഇവിടെ നോക്കു മുതലാളി, ഒരുപക്ഷെ ഞാൻ തന്നെ കട്ടിട്ടുണ്ടെങ്കിൽ തുളസിറാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് അത് നിർവഹിക്കാൻ പറയൂ. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. നിന്നെ കൊണ്ട് അത് നിർവഹിക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് എന്തെങ്കിലും ആധാരം വലുതുണ്ടോ? ഇവിടെ നോക്കു മുതലാളി, എന്റെ അടുത്ത് കാശ് കാണാതായപ്പോൾ ഇവനായിരുന്നു എന്റെ അടുത്ത് നിന്നത്. ഇപ്പൊ നീ പറയോ, നിന്റെ അടുത്ത് എന്താ ആധാരം ഉള്ളത്? അതായത് തുളസിറാം തന്നെയാണ് കട്ടതെന്ന് നീ പറയുന്നത്? എന്റെ അടുത്തും ആധാരമൊന്നും ഇല്ല മുതലാളി. എന്റെ കാശും കാണാതായപ്പോൾ എന്റെ അടുത്ത് തുളസിറാമായിരുന്നു നിന്നത്. നിങ്ങളുടെ 2 പേരെടുത്തും നിങ്ങളടുത്ത് ഒരു ആധാരവും ഇല്ല, ശരിയല്ലേ? എന്റെ നേരം പോക്കാനാണ് നിങ്ങൾ 2 പേരും വന്നിരിക്കുന്നത്. ഇവിടുന്ന് 2ഉം പോയിക്കോളണം. തുളസിറാം ആ ആളിന്റെ തലവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് അപ്പൊ തന്നെ അറിയാം മുതലാളിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. നമ്മുടെ ഗ്രാമത്തിൽ സഹായിക്കണമെങ്കിലേ എനിക്കുള്ളത് ആ വയസ്സായ അമ്മ മാത്രം സഹായിക്കുക എന്നെ. ശരി, വാ എന്റെ കൂടെ. ഞാൻ വലിയ വലിയ കള്ളം പറയുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് തുളസിറാം, പക്ഷെ നിന്നെ പോലെ കള്ളം പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ഭാഗത്ത് നീ എന്റെ കാശ് മോഷ്ടിച്ചു, പക്ഷെ ഇന്നൊരു ഭാഗത്ത് നീ എന്നെ പറയാണോ? തുളസിറാം അദ്ദേഹത്തെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സമാധാനമായ സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു വണ്ണിച്ച വയസ്സായ അമ്മ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇവര് വയസ്സായവരാണോ അല്ലെങ്കിൽ ബുൾഡോസറാണോ? നിന്റെ വായൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ നീ? നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കള്ളനാണെന്ന്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവനാണ് എന്റെ കാശ് മോഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ നിങ്ങളെടുത്ത് കൊണ്ടുവന്നത്. എടാ, എവിടെ നോക്കടാ, നീ വീണ്ടും തുടങ്ങിയോ? എത്ര പ്രാവശ്യം പറയാ ഞാൻ നിന്റെ കാശ് മോഷ്ടിച്ചേ ഇല്ല. പക്ഷേ നീയല്ലേ എന്റെ കാശ് മോഷ്ടിച്ചത്. നീ വിഷമിക്കേണ്ട, ഇനിയും കുറച്ചു സമയത്തിനകത്ത് എന്താണെന്ന് മനസ്സിലാകും. അതെങ്ങനെ? എന്റെ കാഴ്ചയിൽ നിന്ന് യാതൊരു കള്ളനും രക്ഷപ്പെടാനാവില്ല. നിങ്ങൾ 2 പേരും എന്റെ കുടിലിൽ നിന്നും പുറത്തേക്ക് വരൂ. ആ മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് തുളസിറാമും മറ്റേയാളും ആ കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ മുത്തശ്ശി അവരെ ഒരു പാടത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ 2 പേരെയും നോക്കി പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയുന്നത് 2 പേരും ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളിൽ ആര് കള്ളം പറയുന്നു, പിന്നെ ആര് നേര് പറയുന്നുവെന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. നിങ്ങൾ 2 പേരും താഴെ ഒന്ന് ഇരുന്നേ. ഞാനിപ്പോൾ 123 മന്ത്രങ്ങൾ പറയാൻ പോവുകയാണ്. ആ മന്ത്രം പറഞ്ഞതിനു ശേഷം നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും കള്ളനായിരിക്കുകയാണെങ്കിൽ അവരുടെ തലയിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങും. തുളസിറാമും ആ ആളും തറയിൽ ചെന്ന് ഇരിക്കാൻ തുടങ്ങി. ആ മുത്തശ്ശി വളരെ ഉച്ചത്തിൽ മന്ത്രങ്ങൾ പറഞ്ഞു. 1, 2, 3 അവരവരുടേതായ മണി അടിച്ചു കാണിക്കൂ. പെട്ടെന്ന് തുളസിറാം തന്റെ കൈ തലയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴാണ് ആ മുത്തശ്ശി പറഞ്ഞത്, കള്ളൻ നീയാണ് തുളസിറാം. നിങ്ങളെന്താ എങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ തലയിൽ എന്തോ ചൊറിയുന്ന പോലെ ഉണ്ട്. ആ ചൊറിയാൻ വേണ്ടിയാണ് കൈയെടുത്ത് ഞാൻ തലയിൽ വെച്ചത്. എന്റെ ഈ തലമുടി വെയിൽ കൊണ്ട് നരച്ചതല്ല തുളസിറാം. നിന്റെ മനസ്സിൽ കള്ളത്തരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം നിന്റെ കൈ തലയിലേക്ക് പോയത്. മര്യാദയ്ക്ക് നീ സത്യം പറയേ.
പിന്നെ എനിക്ക് അങ്ങനെ ഒരു മന്ത്രവും അറിയാവുന്നതാണ്. അത് ഞാൻ ഉച്ചരിച്ചാലുണ്ടല്ലോ നീ കത്തി ചാമ്പലായി പോകും. ആ വയസ്സായ മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് തുളസിറാം ആകെ പേടിച്ചു പോയി. പിന്നീട് അദ്ദേഹം എല്ലാ കാശും എടുത്ത് ആ വയസ്സായ മുത്തശ്ശിയുടെ കയ്യിൽ നൽകി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ടമ്മേ. അല്ല, എന്തിനാ മോനെ നീ നന്ദി പറയുന്നേ? നിനക്ക് ആര് കള്ളനെന്ന് അറിയണോ? അത് നിനക്ക് മനസ്സിലായി. പക്ഷേ ഈ പണം എന്റെ സ്വന്തമാണ്. മര്യാദയ്ക്ക് രണ്ടുപേരും ഇവിടെ നിന്ന് പോയിക്കോ. ഇതെന്താ എങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ എന്റെ കാശ് എടുക്കുക? അദ്ദേഹം നേരെ ആ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെ നോക്കൂ മുതലാളി, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് തുളസിറാം എന്റെ കാശ് മോഷിച്ചു, ഇന്നൊരു ഭാഗത്ത് നോക്കിയാൽ ആ മുഴുവൻ കാശും ആ വയസ്സായ അമ്മയാണ് എടുത്തിരിക്കുന്നത്. ആ വയസ്സായ അമ്മ എങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നമ്മൾ ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് പോവാം. എന്താ അമ്മേ, ഞാൻ എന്താ കേട്ടത്? ഞാൻ കേട്ടതൊക്കെ സത്യാണോ? ഞാൻ കള്ളനെ പിടിച്ചു നൽകാമെന്ന് വാക്ക് നൽകിയിരുന്നു. അത് ഞാൻ നിറവേറ്റിക്കഴിഞ്ഞു. പക്ഷെ പണം തരാന്ന് ഞാൻ വാക്കൊന്നും നൽകിയിട്ടില്ലല്ലോ. എന്നെ കണ്ട നിങ്ങൾക്ക് മണ്ടറ പോലെ തോന്നുന്നുണ്ടോ? നമ്മുടെ ഗ്രാമത്തിന്റെ പേര് ദൂരമുള്ള ഗ്രാമത്തിൽ ഇവിടെ നമ്മുടെ ഇവിടെ ഫേമസ് ആയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാണ് ഈ ഗ്രാമത്തിന്റെ പേര് കെട്ടുപോകുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഗ്രാമത്തെ വിട്ടിട്ട് പുറത്തേക്ക് പോകണം. തലവൻ പറഞ്ഞത് കേട്ടിട്ട് ആ മുത്തശ്ശി മനസ്സ് വേദനയോടെ ആ ഗ്രാമത്തിൽ നിന്നും പോയി. ആ മുത്തശ്ശി വളരെ വിശപ്പോടെ ഒരു കുളത്തിനരികിലായി മരത്തിനടുത്ത് ഇരുന്നു. എനിക്ക് വളരെ ഭയങ്കരമായി ദാഹിക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. കഴിക്കാൻ ആഹാരം ഒന്നുമില്ല. ശരി പോട്ടെ, ചെന്നാ വെള്ളമെങ്കിലും കുടിക്കാം. ആ മുത്തശ്ശി കുളത്തിലെ വെള്ളം കുടിച്ചു. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ആ കുളത്തിലുണ്ടായിരുന്ന മിന്നുന്ന കല്ലുകൾ കണ്ടത്. അല്ല, ഈ കല്ലുകളൊക്കെ വളരെ നന്നായിട്ടുണ്ടല്ലോ. മുത്തശ്ശി ഒരു കല്ല് അതിനകത്തുനിന്നും എടുത്തു. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശബ്ദം അവർക്ക് കേട്ടത്. ഈ കല്ല് ഒരു സാധാരണ കല്ലല്ല, ഇതൊരു മായക്കല്ലാണ്. ആ മുത്തശ്ശി നോക്കിയപ്പോൾ ഒരു ഭംഗിയുള്ള മനുഷ്യൻ മർമ്മമായ രീതിയിൽ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനാണ് ഈ വനത്തിന്റെ കാവലൻ. നിങ്ങളുടെ കയ്യിലൊരു കല്ലുണ്ടല്ലേ, അതൊരു മായക്കല്ലാണ്. നേരാണോ? എങ്കിൽ ഈ കല്ല് എന്തൊക്കെ ചെയ്യുമെന്ന് എന്നോട് പറയൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നും മാഞ്ഞുപോയി. മുത്തശ്ശി ആ കല്ല് തന്റെ സഞ്ചിയിലിട്ടുകൊണ്ട് മറ്റൊരു ഗ്രാമത്തെ ഒരു മൂലയിൽ ഒരു കുടിൽ കെട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. എനിക്ക് വളരെ നന്നായി വിശക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ആ ഗ്രാമത്തിലുള്ള ഒരാൾ വന്നത്. നിങ്ങൾ ഈ സ്ഥലത്തിൽ നിങ്ങൾ ആരെടുത്ത് ചോദിച്ചാണ് കുടിലിട്ടിരിക്കുന്നത്? ആരാണ് നിങ്ങൾ? ആരാണെന്ന് നിങ്ങൾ അറിയാതെ ഞങ്ങൾ വെറുതെ ഒന്നും ഇവിടെ കുടിൽ വെച്ച് തരില്ല. ഞാനൊരു വയസ്സായ മുത്തശ്ശിയാണ്. ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്യാൻ പോകുന്നു? അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ വയസ്സായ കഴിയുമരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മോഷ്ടിച്ചിട്ട് ഇവിടുന്ന് മുങ്ങിപ്പോവും. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഗ്രാമത്തെ വിട്ടിട്ട് പുറത്തേക്ക് പോകണം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നും പോയി. ഇനി ഞാൻ എവിടെ ചെല്ലാനാ? എന്റെ അവസ്ഥ ആകെ മോശമാകുമല്ലോ. എന്തിനാ ഇങ്ങനെ കുറച്ച് കാശിനാഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ഗ്രാമത്തലവനെ ചെന്ന് കണ്ട് എന്തെങ്കിലും സഹായം ചോദിക്കണം. ഒരുപക്ഷെ അദ്ദേഹം എന്നെ സഹായിക്കാമല്ലോ. തീർച്ചയായും. ആ മുത്തശ്ശി പതുക്കെ പതുക്കെ നടന്ന് തലവന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ ആ മുത്തശ്ശി നോക്കിയപ്പോൾ ആ ഗ്രാമത്തലവൻ വളരെ സങ്കടത്തോടെ തന്റെ വാതിൽക്കൽ നടക്കുകയായിരുന്നു. അല്ല, നിങ്ങളാണോ ഈ ഗ്രാമത്തിന്റെ തലവൻ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോയേക്ക് മുത്തശ്ശി. ഇപ്പൊ തന്നെ എന്റെ മകന് സുഖമല്ലാതെ ഞാൻ അതിന് വല്ലാതെ ടെൻഷനിലാണ്. തലവൻ പറഞ്ഞത് കേട്ടതും മുത്തശ്ശിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാനാകും തലവൻ സാറേ. അങ്ങനെയാണോ? അതെങ്ങനെ? എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. അത് കുടിച്ചതും തന്നെ നിങ്ങളുടെ മകന്റെ ശരീരം നല്ലോണാകും. അങ്ങനെ എന്ത് സൂപ്പാ ഉള്ളത്? അത് കഴിച്ചാൽ അവനെല്ലാം ശരിയാവുമോ? കാരണം വലിയ വലിയ ഡോക്ടർ അവർ തരുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് എന്റെ മകന് ശരിയായിട്ടേ ഇല്ല. കല്ല് സൂപ്പ് സാറേ. ഇതിന്റെ മേലെ നിങ്ങളടുത്ത് എന്ത് പറയാനാ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ. നിങ്ങൾ അകത്തേക്ക് വാ. തലവൻ ആ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിനകത്തേക്ക് വന്നു. മുത്തശ്ശി ഒരു കടായിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ആ മാന്ത്രിക കല്ല് ഇട്ടു. കുറച്ചു സമയത്തിനകം ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഈ വെള്ളത്തിൽ നിന്ന് വളരെ നല്ല ഒരു മണം വരുന്നുണ്ടല്ലോ. കുറച്ചു സമയത്തിനകം സൂപ്പ് റെഡിയായി. തലവൻ ആ സൂപ്പ് തന്റെ മകന് നൽകിയതും തന്നെ തന്റെ മകന്റെ അസുഖമെല്ലാം മാറി.
നിങ്ങൾ ചെയ്തത് വളരെ അല്പം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യണമെന്ന് പറയൂ. ആ മുത്തശ്ശി വളരെ ബുദ്ധിശാലിയാണ്. ആ കല്ലിന്റെ അതിശയം അവർക്ക് മനസ്സിലായി തുടങ്ങി. എനിക്ക് ഈ ഗ്രാമത്തിൽ താമസിക്കാൻ നല്ലതായ ഒരു വീട് വേണം സാറേ. പിന്നെ എന്റെ തൊഴിൽ ഇവിടെ നല്ല രീതിയിൽ വളരുന്നത് വരെ എനിക്ക് ദിവസവും 3 നേരം നല്ല വൃത്തിയായി ഉണ്ടാക്കിയ ആഹാരം വേണം. നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കോളും. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇത്രയും വലിയ അത്ഭുതം ആർക്കും പറയാൻ പറ്റില്ല. തലവൻ സാർ ആ മുത്തശ്ശിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു വീടുണ്ടാക്കി. ഗ്രാമത്തിൽ നിന്നും ദിവസവും മുത്തശ്ശിക്ക് നല്ല ആഹാരം വരും. അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഈ കല്ല് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രിക കല്ലാണെന്നത് മനസ്സിലായി. ഇപ്പോൾ ഈ കല്ല് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് വേണം പ്രവർത്തിപ്പിക്കാൻ. പക്ഷെ എനിക്ക് എന്റെ ഗ്രാമം ഒരുപാട് ഓർമ്മ വരുന്നുണ്ട്. എനിക്കുണ്ടായ അപമാനം ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. ആ തലവന് തീർച്ചയായും ഒരു ദിവസം ഞാൻ നല്ല പാഠം പഠിപ്പിക്കുന്നതായിരിക്കും. പതുക്കെ പതുക്കെ ദിവസങ്ങൾ കടന്നുപോയി. മുത്തശ്ശി നന്നായിട്ട് കഴിച്ച് അവരുടെ വെയിറ്റ് 100 കിലോ കഴിഞ്ഞു. ഗ്രാമത്തിലെ ഓരോ വീട്ടിൽ നിന്നും ഫ്രീ ആയ ആഹാരം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ മുത്തശ്ശി ആ മാന്ത്രിക കല്ലിന്റെ സൂപ്പ് നൽകി അവർക്ക് ആവശ്യമായ കാശ് വാങ്ങാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതം തന്നെ വളരെ വേഗം തന്നെ മാറാൻ പോവുകയാണമ്മേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ. ഇന്നലെ നഗരത്തിൽ നിന്ന് ഒരു വലിയ മന്ത്രി എനിക്ക് ഫോൺ ചെയ്തിരുന്നു. പാവം, അദ്ദേഹം വല്ലാതെ വയറ്റുവേദനയോടെ ഇരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ അഡ്രസ് നൽകിയേക്കോ. ഞാൻ നൽകുന്ന കല്ല് സൂപ്പ് കുടിച്ചാൽ അദ്ദേഹത്തിന്റെ വയറ്റിലുണ്ടാകുന്ന പ്രശ്നമൊക്കെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. ഞാൻ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ കല്ലു സൂപ്പ് വെച്ചിട്ട് നിങ്ങൾ ആ മന്ത്രിയുടെ അടുത്ത് കുറെ കാശുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ആ മനുഷ്യൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നു. കുറെ ദിവസമായി എന്റെ വയറ് വേദനിക്കുന്നു. ഞാനും കുറെ ഡോക്ടറൊക്കെ കാണിച്ചു, പക്ഷേ ഒരു ഗുണവും അടഞ്ഞില്ല. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ ഇവിടെ വന്നെത്തിയല്ലോ. നിങ്ങളുടെ വയറ് പെട്ടെന്ന് തന്നെ ശരിയാകുന്നതാണ്. ഒരു പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കുക എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങി തന്നേക്കാം. മുത്തശ്ശി മാന്ത്രിക കല്ലുകൊണ്ടുണ്ടാക്കിയ സൂപ്പ് അദ്ദേഹത്തിന് നൽകി. ആ സൂപ്പ് കഴിച്ച് മന്ത്രി വളരെ സന്തോഷവാനായി തോന്നി. എന്നിട്ട് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഇത് വലിയ അത്ഭുതം തന്നെയാണല്ലോ. അമേരിക്കയിലുള്ള വലിയ വലിയ ഡോക്ടർ പോലും ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ നാട്ടിലുള്ള ഒരു വയസ്സായ അമ്മ ചെയ്യാൻ പറ്റിയല്ലോ. പറയൂ അമ്മേ, നിങ്ങൾക്ക് അങ്ങനെ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ ഗ്രാമത്തിൽ ഒരു വലിയ മാളിക വേണം. പിന്നെ അതിനോടൊപ്പം ചേർന്ന് തലവന്റെ പദവി എനിക്ക് തന്നെ വേണം. ആ ശരി. അടുത്ത ദിവസം മുത്തശ്ശി പോലീസിനോടൊപ്പം മൽകാപൂരിലേക്ക് ചെന്നു. മൽകാപൂരിന്റെ തലവൻ മുത്തശ്ശിയെ കണ്ടിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ പെടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് മന്ത്രി തലവനോട് പറഞ്ഞത്, ഇന്ന് തൊട്ട് ഈ മൽക്കാപൂരിന്റെ മുതലാളി ഈ അമ്മുമ്മ തന്നെയായിരിക്കും. ഇതാണ് എന്റെ ഓർഡർ. പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഗ്രാമം വിട്ട് പോയേക്കണം. ചേട്ടാ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ അങ്ങനെ എന്താ ചെയ്ത്? ഞാൻ എന്തിനാ ഗ്രാമം വിട്ട് പോകേണ്ടത്? ഇവിടെ പോലീസ് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഗ്രാമം വിട്ടു പോകൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ പോലീസും കൂടെ ചേർന്ന് പോകൂ. തലവന് മനസ്സിലായി മുത്തശ്ശിയെ അപമാനിച്ചതിന് അവർ തന്നോട് പ്രതികാരം ചെയ്തതാണെന്ന്. മുത്തശ്ശി ഇന്നും തന്റെ കൊട്ടാരത്തിൽ ആ കല്ല് സൂപ്പ് ചെയ്യുന്നുണ്ട്.